എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട്. ഒന്ന് ഫാദേഴ്സ് ഡേ ആണ്, അതുപോലെ തന്നെ യോഗ ഡേ. രണ്ടും നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. യോഗ ശരിയായ യോഗയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ, യോഗ എന്ന് പറഞ്ഞാൽ യുജ് ധാതുവിൽ നിന്നാണ് യോഗ ശബ്ദം ഉണ്ടാവുന്നത്. യുജിര് സമാധൗ യുജിര് മേളനെ എന്നുള്ളതാണ്. ഇത് സമാധി എന്ന് പറഞ്ഞാൽ സാമ്യാവസ്ഥ എന്നാണ്. അതായത് യൂണിയൻ, അസോസിയേഷൻ എന്നൊക്കെ പറയും. ഈ യൂണിയൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് യോഗ ശബ്ദത്തിൽ നിന്ന്, സംസ്കൃതത്തിലെ യോഗ ശബ്ദത്തിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് പറയാറുണ്ട് ഭാഷാ പണ്ഡിതന്മാർ. അപ്പോൾ ഈ യോഗയ്ക്ക് ഏറ്റവും വലിയ യോഗയുടെ എല്ലാ ആസനങ്ങളുണ്ട്. അതിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ളൊരു അഭ്യാസമുറ എന്നുള്ള നിലയ്ക്ക് അതിനെ പരിഗണിക്കുന്ന സമയത്ത് അത് കേവലം ഒരു ശരീരത്തിൻ്റെ വ്യായാമത്തിന് വേണ്ടി മാത്രമല്ല. അതിലേത് ആസനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് വൃക്ഷാസനം എന്ന് പറയുമ്പോൾ നമ്മളൊരു വൃക്ഷമായി തീരുന്ന ഒരു വൃക്ഷം കണക്കെ നമ്മളായി തീരേണ്ടതുണ്ട്. ശവാസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡെഡ് ബോഡി പോലെയാണ്. ഡെഡ് ബോഡി പോലെ അത് ജീവച്ഛവമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എല്ലാം ആയിട്ട് ഉള്ള യോഗം എന്ന് പറയുന്ന ആ അസോസിയേഷനാണ് ശരിക്കും യോഗ ശബ്ദം കൊണ്ട് അതിൻ്റെ താത്പര്യം എന്ന് പറയുക. അതേ സമയത്ത് ഈ ഭഗവത്ഗീതയിൽ പറയുന്ന യോഗം എന്ന് പറയുന്നതുണ്ട്. അതും നമ്മളിപ്പോൾ പരിശീലിക്കുന്ന യോഗവും രണ്ടാണ്. പലപ്പോഴും ആളുകളത് മനസ്സിലാക്കാതെ ഇങ്ങനെ ഗീതയിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഈ ഗീതയിലെ 18 അധ്യായങ്ങളുടെയും പേര്, ഓരോ അധ്യായത്തിൻ്റെയും പേര് യോഗ ശബ്ദം ചേർന്നുകൊണ്ടാണ്. ഇപ്പോൾ അർജുന വിഷാദ യോഗം എന്നാണ് ഒന്നാം അധ്യായത്തിൻ്റെ പേര്. ആ അർജുനൻ്റെ വിഷാദം, അർജുനൻ എങ്ങനെയാണോ വിഷാദവുമായി ചേർന്നത്, അതുപോലെ സാംഖ്യയോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം, ഇങ്ങനെ ഓരോ യോഗങ്ങളാണ്, ഓരോന്നുമായിട്ടുള്ള ചേർച്ചയാണ്. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളും യോഗ ശബ്ദത്തിലാണ്. അത് മാത്രമല്ല യോഗവിദ്യയാണ്, യോഗശാസ്ത്രമാണ്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രമാണ്. ഇത് സത്യവുമായിട്ടുള്ള ചേർച്ചയെ സംബന്ധിക്കുന്ന ശാസ്ത്രം. അതിൽ പറയുന്ന യോഗ കർമ്മസു കൗശലം എന്ന് ഗീത പറയുന്ന യോഗ കർമ്മസു കൗശലം എന്നത് ഈ പറഞ്ഞ നമ്മൾ അഭ്യസിക്കുന്ന വ്യായാമമായിട്ടുള്ള യോഗയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ശരി, എന്തായാലും യോഗ, പതഞ്ജല മഹർഷി യോഗസൂത്രം ആരംഭിക്കുന്നത് തന്നെ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്തവൃത്തികളുടെ നിരോധമാണ്. അതിൽ 2 തലങ്ങളുണ്ട്. നമ്മൾ അഷ്ടാംഗയോഗം എന്ന് പറയുമ്പം അതിന് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന അതിൻ്റെ ഓരോ അവസ്ഥകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിൽ യമവും നിയമവും ആസനം എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ഇന്ന്, ആസനം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ ഇതായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതൊരു പഠിക്കാനുള്ള നല്ലൊരു വിഷയമാണ്. അത് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വഴിയിൽ പഠിക്കാവുന്നതാണ്. രണ്ടാമത്തത് ഫാദേഴ്സ് ഡേ. അത് നമുക്ക് വളരെ നമ്മളെ സംബന്ധിച്ച് ലോകത്തെ എല്ലാവർക്കും ഓരോ ദിവസങ്ങളും പ്രധാനപ്പെട്ടതാണ്. അത് മദേഴ്സ് ഡേ ആണെങ്കിലും ഫാദേഴ്സ് ഡേ ആണെങ്കിലും. നമ്മുടെ ഇന്ത്യയിൽ അതിന് നമ്മുടെ സംസ്കാരത്തിൽ ഈ അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് 2ാം സ്ഥാനേ ശരിക്കും പറഞ്ഞാൽ അച്ഛന് വരുന്നുള്ളൂ ഇന്ത്യൻ സംസ്കാരത്തിൽ. അപ്പോൾ സന്യാസിമാർക്ക് നമ്മളെപ്പോലുള്ളവരുടെ അച്ഛനും അമ്മയും, ഞങ്ങളുടെ അമ്മ എന്ന് പറയുന്നത് പാർവതിയാണ്, അച്ഛൻ പരമശിവനാണ്. അങ്ങനെയാണ് സന്യാസിമാർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ പരമശിവനാണ്.
അമ്മ പാർവതിയാണ്. മാതാച്ച പാർവതീ ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച. നമ്മുടെ ബന്ധുക്കളൊക്കെ ആരൊക്കെയാണോ ശിവൻ്റെ ഭക്തന്മാരായിട്ടുള്ളത് അവരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ. സ്വദേശോ ഭുവനത്രയം, 3 ലോകങ്ങളും നമ്മുടെ വീട് തന്നെയാണ് എന്ന് പറയാം. ഭുവനം എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത് ഈ ലോകം മുഴുവനാണ്. ഇതൊരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ചിന്ത നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. കാരണം ഒരു സന്യാസിക്ക് മാതൃസ്ഥാനത്തും പിതൃസ്ഥാനത്തും ആരാണ് എന്ന് ചോദിച്ചാൽ ഇവർ 2 പേരാണ്. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തിലും ഒക്കെ ഈ ബന്ധത്തെ വളരെ 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 മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിറയെ എല്ലായിടങ്ങളിലും നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉപനിഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൗതമൻ, ആരുണി, ഉദ്ദാലകൻ, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഉദ്ദാലകനും ശ്വേതകേതുവും തമ്മിലുള്ള അതിമനോഹരമായിട്ടുള്ള അച്ഛൻ മകൻ എന്നുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഗുരുവും ശിഷ്യനുമാണ്. അങ്ങനെ ഗുരുവിൻ്റെ സ്ഥാനത്താണ് എപ്പോഴും അച്ഛനുള്ളത്. മാത്രമല്ല അച്ഛനാണ് ഗുരുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കുന്നത്, ഗുരുകുലത്തിൽ ഏൽപ്പിക്കുന്നതും അച്ഛനാണ്. അതുകൊണ്ടാണ് അച്ഛനെ നമ്മൾ സ്മരിക്കുന്ന സമയത്ത് അച്ഛനെ സ്മരിക്കുന്ന ഒരു മന്ത്രമുണ്ട്. സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീത മദ്ഗുരോനാഥ ജനകായ നമോ നമഃ. സകലാൻ അപരാധാന്മേ, എൻ്റെ അപരാധങ്ങൾ, എന്തെങ്കിലുമൊക്കെ അപരാധങ്ങൾ പറയുക ചെയ്യുക അങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എങ്കിൽ സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ, കാരുണ്യത്തിൻ്റെ നിധിയാണ്, മൂർത്തിയാണ് അങ്ങ്, അല്ലയോ എൻ്റെ പിതാവേ. അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചാൽ. സകലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീത മദ്ഗുരോനാഥ ജനകായ നമോ നമഃ. എൻ്റെ ഗുരുനാഥനാണ് അങ്ങ് എന്നെ പ്രസാദിപ്പിച്ചാലും അതുപോലെ തന്നെ അങ്ങ് എന്നെ പ്രസാദിപ്പിച്ചവനുമാണ്. അങ്ങേക്ക് എൻ്റെ നമോവാകങ്ങൾ എന്ന് പറയാം. കാരണം എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ എൻ്റെ സംശയങ്ങൾ ആദ്യകാലത്ത് ഞാൻ ചോദിച്ചത് അങ്ങയോടായിരുന്നു. അങ്ങാണ് എനിക്ക് ഇത് പറഞ്ഞു തന്നത്. പിന്നീട് ഒരു ഗുരുവിനെ ഏൽപ്പിച്ചത്, അതിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുന്നതാണെങ്കിലും അത് ആദ്യത്തെ എൻ്റെ ഗുരുനാഥനും അങ്ങാകുന്നു എന്ന് പറയാം. അപ്പം നമുക്ക് ആ ഒരു വലിയൊരു പാരമ്പര്യമൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഓരോരുത്തർക്കും അച്ഛൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അതിപ്പം മകനാണെങ്കിലും മകളാണെങ്കിലും ഒക്കെ നമുക്ക് പലരെയും അറിയാം. പലർക്കും ഇന്ന് അച്ഛൻ്റെ മകളായി ഞാൻ ജനിച്ചു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച ഏറ്റവും വലിയ അഭിമാനം. അച്ഛനാണ് എൻ്റെ നിധി എന്ന് പറയും. ഈ അച്ഛൻ്റെ മകളായി എനിക്ക് ജനിക്കാൻ സാധിച്ചത്, മകനായി എനിക്ക് ജനിക്കാൻ സാധിച്ചത്, അച്ഛനാണ് ആദ്യമായിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്, ഇന്നതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ പലതും പറയും. ഇപ്പോൾ ഒരു ഫുട്ബോൾ എടുത്തു കൊടുത്തത്, അല്ലെങ്കിൽ പേന കൊടുത്തത്, അല്ലെങ്കിൽ ഭഗവത്ഗീത കൊടുത്തത്, ഇങ്ങനെ പലതും നമുക്ക് പല തുറയിലുള്ള ആളുകളെ എത്രമാത്രം അച്ഛൻ പ്രചോദിപ്പിച്ചിരുന്നു. ഇന്ന് മാതൃഭൂമിയിൽ ശ്രീ വീരേന്ദ്രകുമാറിൻ്റെ മകൻ ശ്രേയാംസ് കുമാർ അച്ഛനെക്കുറിച്ച് പങ്കുവയ്ക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഓർമ്മകളുണ്ട്. അദ്ദേഹം നമുക്ക് ഇവരെ 2 പേരുമായിട്ട് വളരെ നല്ല ഒരടുപ്പം, അച്ഛനുമായിട്ട് പ്രത്യേകിച്ച് വീരേന്ദ്രകുമാർ സാറുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു, വളരെ നല്ല ബന്ധം. അദ്ദേഹത്തിൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. അത് എപ്രകാരമാണ് പ്രായോഗിക ജ്ഞാനവും പലതും അദ്ദേഹം മകന് പകർന്നു കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മളൊക്കെ അച്ഛനെക്കുറിച്ച് സ്മരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഓരോ ഇത്തരം ശ്രേഷ്ഠ പുരുഷന്മാരുടെ കഥകളൊക്കെ നമ്മൾ പഠിക്കുകയും അതുപോലെ നമ്മളും സ്വയം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇതുപോലെ പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇന്നത് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ഒരച്ഛൻ ഒരു കുട്ടിയെ കട്ടിൽ നിന്ന് എടുത്ത് വലിച്ചെറിയുന്നു. ആ കുട്ടിയുടെ തലയ്ക്ക് വലിയ ആഘാതമേറ്റിട്ട് ക്ഷതമേറ്റ് ആശുപത്രിയിൽ അങ്ങനെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല എന്താണ്, രക്ഷപ്പെട്ട് നന്നായി വരട്ടെ എന്ന് നമുക്ക്
ആശിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയാണ് എന്നാണത്രേ കാരണം അതിനെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സമൂഹം ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്ക് ആ അച്ഛനെതിരെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതേ ആളുകളാണ് നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ സ്ത്രീ പോയാൽ എന്തോ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ സനാതന ധർമ്മത്തിൽ ഈ ഒരു സ്ത്രീയോടുള്ള വിവേചനമാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ മാറ്റേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് എല്ലാ തുറയിൽ നിന്നും നമ്മളത് എടുത്തു മാറ്റേണ്ടതുണ്ട്. ഈ പാർവതി പരമശിവനോട് രഹസ്യം ചോദിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പാർവതി പരമശിവനോട് പറയുന്നുണ്ട്, ഭഗവാനെ, അങ്ങ് എനിക്ക് പല തന്ത്രങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് യോനി തന്ത്രം ഇതിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, അത് എനിക്ക് പറഞ്ഞു തരൂ. 60 തന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് ആമുഖമായിട്ട് പാർവതി പരമശിവനോട് ചോദിക്കുന്നതായിട്ട് ഈ യോനിതന്ത്ര എന്ന പേരിൽ ശിവൻ പാർവതിക്ക് കൊടുക്കുന്ന ഉപദേശമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ ശിവൻ പറയുന്നുണ്ട്. ആരംഭത്തിൽ ശിവൻ പറയുന്നത് ആർത്തവത്തെ ആരാണോ നിരാകരിക്കുന്നത്, അതിൻ്റെ ആ ഒന്നാം പടലത്തിൽ തന്നെ പറയുന്നുണ്ട്, ആർത്തവം പൂജിക്കപ്പെടേണ്ടതാണ്. ആർത്തവത്തെ ആരാണോ തിരസ്കരിക്കുന്നത്, അതിനെ നിരാകരിക്കുന്നത്, അവൻ നരകത്തിൽ പ്രാപിക്കുമെന്ന് ഭാരതീയ ധർമ്മശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീയെ എന്താ പറയുക, അവരെ തിരസ്കരിച്ചിട്ടുള്ള ഒരു സമൂഹം ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഭാരതീയ ധർമ്മശാസ്ത്രങ്ങൾ അതിനെ ഏറ്റവും മഹത്തരമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വക്താക്കളാണ് ഇപ്പം സ്ത്രീകളുടെ പേര് പറഞ്ഞിട്ട്, അവർക്ക് ആർത്തവത്തിൻ്റെ പേര് പറഞ്ഞ് വലിയൊരു സമരത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിൻ്റെ ഉൽപ്പന്നം തന്നെയാണ് ഈ മനുഷ്യൻ. ഇയാൾ പെൺകുട്ടിയെ എടുത്ത് കട്ടിൽ നിന്ന് താഴേക്ക് എടുത്ത് എറിയുന്ന സമയത്ത് അതൊരു സ്ത്രീ വിവേചനമാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ദിരാഗാന്ധി സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റാത്ത കോൺഗ്രസ് നേതാക്കന്മാർ അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രങ്ങളിലെ പുരുഷന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയുന്ന ചില ചരിത്രങ്ങളാണ്. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും മുൻനിരയിലേക്ക് കടന്നു വരുമ്പോൾ, അവരെ പ്രകീർത്തിക്കുന്ന സമയത്ത്, അവർക്ക് കീർത്തി കിട്ടുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത ഒരു വികലമാർന്ന എന്താ പറയുക, ഒരു മനസ്സുണ്ട്. ആ മനസ്സ് സമൂഹത്തിൽ ഉള്ളിടത്തോളം കാലം ജനിച്ചു വീഴുന്ന ഓരോ പെൺകുട്ടിയും വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളാണ് പിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പിതാവിനെ കുറിച്ച് നമ്മൾ ഓർക്കുക. പുരാണത്തിൽ നമുക്ക് കാണാൻ പറ്റും കണ്വ മഹർഷിയെക്കുറിച്ച്. കണ്വ മഹർഷിയുടെ കഥ നമുക്കറിയാം. തമസാ നദിയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമം കെട്ടി താമസിക്കുന്നതും, അതേസമയം അവിടെ ഈ ശകുന്തളയെ അദ്ദേഹത്തിന് കിട്ടുന്നത്, ശകുന്തളയെ വിശ്വാമിത്രനും മേനകയും, വിശ്വാമിത്രൻ മേനകയിൽ ആകർഷിച്ച് മേനകയുമായിട്ട് അങ്ങനെ അവർ ശാരീരികമായി ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ജനിക്കുന്ന കുട്ടിയാണ് ശകുന്തള. പക്ഷെ അതിനെ അവർ രണ്ടുപേരും അവിടെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് കിളികളൊക്കെ ആയിരുന്നു, പക്ഷികളൊക്കെ ആയിരുന്നതുകൊണ്ട് അങ്ങനെ പക്ഷികൾ ഭക്ഷണം കൊടുത്ത് കുട്ടി വളരുന്ന സമയത്താണ് ഈ കണ്വൻ ഈ കുട്ടിയെ കാണുന്നത്, ആശ്രമ പരിസരത്ത് കാണുന്നത്. കണ്വനെ എടുത്തു കൊണ്ടുപോയി വളർത്തുകയാണ്. അങ്ങനെ കണ്വൻ എന്ത് പേരാണ് ഞാൻ ഇവൾക്ക് നൽകേണ്ടത് എന്ന് മടിയിലിരുത്തി ധ്യാനിച്ച സമയത്ത്, ആലോചിച്ച സമയത്ത് അവൾക്ക് ആരാണ് അന്നം കൊടുത്തത്? ഈ കിളികളായിരുന്നു അവൾക്ക് ഭക്ഷണം കൊടുത്ത്. കിളികളാണ് അവളെ പോറ്റിയത്. ഈ കുട്ടിയെ സംരക്ഷിച്ചത് കിളികളാണ്, ശകുന്തങ്ങളാണ്. അപ്പം ശകുന്തങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട, ശകുന്തങ്ങൾ അന്നം നൽകിയ അന്നദാതാക്കളായ ശകുന്തങ്ങളുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കണ്വൻ ധ്യാനനിരതനായിട്ട് കണ്വൻ മകളെ വിളിക്കുന്നതാണ് ശകുന്തള എന്ന്. വളരെ നമുക്ക് അറിയാം, എന്താ പറയുക, കാളിദാസൻ്റെ ശാകുന്തളം, മഹാഭാരതത്തിൽ ഈ ഭാഗം, മഹാഭാരതത്തിലാണ് ഇത് വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഈ ദുഷ്യന്തൻ്റെയും ശകുന്തളയുടെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് പറയുന്നത് ശാകുന്തളത്തിൽ
നമുക്ക് അത് കാണാൻ സാധിക്കും. എത്രയോ അതിൻ്റെ നാടകങ്ങളും കവിതകളും കീർത്തനങ്ങളും ഒക്കെ നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഈ കഥ പഠിപ്പിക്കേണ്ടതില്ല. അവിടെ ഒരു സ്വന്തം മകള് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അതല്ല. എന്നാലും കണ്വൻ എങ്ങനെയാണ് ഒരു മകളെ പോറ്റി വളർത്തി അവസാനം ദുഷ്യന്തൻ മറന്നു പോകുന്ന ആ കഥയൊക്കെ നമുക്കറിയാലോ. ദുഷ്യന്തൻ്റെ അടുത്തേക്ക് പോകുന്നതും പിന്നെ അവിടുന്ന് ആകാശത്ത് നിന്ന് ശരീരി ഉണ്ടാവുന്നതും ഇത് നിങ്ങളുടെ കുട്ടി തന്നെയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്തരം ഉദാഹരണങ്ങളും ഉപമകളും അതേപോലെ നമ്മുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ ഈ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു പിതൃത്വത്തിൻ്റെ ആ മഹനീയമായ ഭാവം നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ഈ യാതൊരു വിധത്തിലുള്ള ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷനും നമ്മുടെ ഇതിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം ഈ കൃഷ്ണനെ കുറിച്ച് പറയുക പൂർണ്ണ പുരുഷൻ എന്നാണ്. ഒരു പുരുഷൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അയാളിലെ പകുതിയായി നിൽക്കുന്ന, ഭാരതീയ സങ്കല്പത്തിൽ അർദ്ധനാരീശ്വരമാണ് സങ്കല്പം. നമ്മൾ പകുതിയാണ് പൗരുഷവും പകുതി ഭാഗം സ്ത്രൈണവുമാണ്. എപ്പോഴാണ് ഒരു പുരുഷൻ തൻ്റെ സ്ത്രൈണഭാവത്തെ പൂർണ്ണമായി ആവിഷ്കരിക്കുന്നത്, ആവിർഭവിപ്പിക്കുന്നത്, അപ്പോൾ മാത്രമേ അദ്ദേഹം ഒരു പുരുഷനാകുന്നുള്ളൂ. ഇത് തന്നെയാണ് സ്ത്രീയുടെ കാര്യത്തിലും. സ്ത്രീയിലെ പകുതി ആയിരിക്കുന്ന പൗരുഷത്തെ അവർ പ്രകടമാക്കേണ്ടതുണ്ട്. ഈ പുരുഷൻ സ്ത്രൈണത്തെ പ്രകടമാക്കേണ്ടത് കുട്ടികളോടാണ്. ഇപ്പോൾ ഈ കുട്ടികളെ പരിചരിക്കുന്ന സമയത്ത് അത് വളരെ വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ മറ്റ് അയൽക്കാരായിട്ടുള്ള ചില പുരുഷന്മാരെ കുറിച്ച് നമ്മൾ പറയല്ലോ, ആ മനുഷ്യൻ എന്ത് നന്നായിട്ടാണ് കുട്ടികളെ നോക്കുന്നത്, ആ സ്ത്രീക്ക് പോലും അങ്ങനെ സാധിക്കില്ല, അത്ര മനോഹരമായിട്ടാണ്. ചിലരെന്തോ അഭിമാനത്തോടു കൂടി പറയും, എനിക്ക് ഈ കുട്ടികളുടെ 1ഉം 2ഉം പാസ്സാക്കിയാൽ അയ്യോ എനിക്ക് അതൊന്നും പറ്റില്ല എന്ന് പറയുന്നത്. അതൊക്കെ ഒരു തരത്തിൽ അവരെക്കുറിച്ച് നമ്മൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുക വഷളന്മാർ എന്നാണ്. അവരുടെ പകുതി പോയിട്ട് ഒരു അംശം പോലും അവർക്ക് പ്രകടമാക്കാൻ സാധിക്കാത്തതാണ്. പ്രത്യേകിച്ച് അച്ഛനും മകളും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ്. അവിടെയാണ് എത്രമാത്രം അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന സമയത്ത് പൗരുഷം എന്ന് പറയുന്ന ആ ശക്തിയും അതേപോലെ തന്നെ വാത്സല്യത്തിൻ്റെ മാതൃത്വവും ഒക്കെ കനിഞ്ഞ് നൽകുന്നത്. പലപ്പോഴും കുട്ടികൾക്ക് ഇതൊക്കെ ചിലർക്ക് അത് ചെറുപ്പത്തിൽ ധാരാളം കിട്ടിയിട്ടുള്ളവരുണ്ട്. അച്ഛൻ്റെ മരണം വരെ അവർക്കൊപ്പം ജീവിക്കാനും അവരെപ്പോഴും വലിയൊരു തെളിച്ചമായി, അതുപോലെ തന്നെ ഒരു തണലായി ശക്തിയായി ഒക്കെ നിന്നിട്ടുള്ളതുണ്ട്. ചിലർക്കത് വളരെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളതുണ്ട്. പിന്നെ ആ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന, അവിചാരിതമായിട്ട് വരുന്ന മറ്റു പലരും ആയിരിക്കാം. ചിലപ്പോൾ അടുത്ത വീട്ടിലവരായിരിക്കാം, അല്ലെങ്കിൽ അമ്മാവനായിരിക്കാം. ഇവർക്കൊക്കെ തന്നെ ഈ കണ്വനെ പോലെ ചിലപ്പോൾ നമുക്ക് ആ പിതൃത്വം കിട്ടുന്നത് മറ്റ് ഇടങ്ങളിൽ നിന്നായിരിക്കാം. എവിടെയൊക്കെയാണെങ്കിലും ഇന്ന് അതിൻ്റെ സ്മരണയുള്ള ഒരു ദിവസമാണ്. ആ ദിവസം നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർക്കുന്നതും അതുപോലെ തന്നെ നമ്മളിൽ അത് കൂടുതൽ തേജസ്സുറ്റതാക്കി നിർത്താൻ നമുക്ക് സാധിക്കണം. അത് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഈ ആചാരങ്ങളൊക്കെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നമ്മൾ ആചാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ആചാര സംരക്ഷണം എന്ന് പറഞ്ഞ് വാസ്തവത്തിൽ നമ്മുടെ ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ തന്നെ സനാതന ധർമ്മവുമായി പുലബന്ധമില്ലാത്തതാണ്, അതിനൊരു ബന്ധവുമില്ലാത്തതാണ്. അപ്പം ഇത്തരം ദിവസങ്ങളിലൊക്കെയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പം നമ്മൾക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടതുണ്ട്. അവിടെ നമ്മൾ ചോദിക്കണം. അല്ല, ഇവിടെ ഈ ദൈവത്തിന് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമ്മുടെ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ ഒരു ഗ്രന്ഥത്തിൽ എവിടെയും പറഞ്ഞതായിട്ടും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇത്തരം ദിവസങ്ങളിലാണ് നമുക്ക് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു അച്ഛനാണല്ലോ നമ്മൾ പറയുന്നത്. ആ അച്ഛന് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുമ്പം ഞാൻ ജന്മം കൊടുത്ത കുട്ടി പെൺകുട്ടിയാണെന്ന് പറയുന്ന സമയത്ത് നെറ്റി ചുളിയുകയും
പിന്നെ അതിൽ വിഷാദം ഉണ്ടാവുകയും വിഷാദരോഗം വരികയും അല്ലെങ്കിൽ ഈ കുട്ടിയെ നശിപ്പിക്കണമെന്നൊക്കെ തോന്നുന്നത് ഈ സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ ഒരു കുഴപ്പമുണ്ട്. ആ സമൂഹം ഉണ്ടാക്കി വെച്ച ഈ ദുരന്തത്തെ മതവുമായിട്ട് അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ധർമ്മശാസ്ത്രവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. അതുകൊണ്ട് മറ്റ് മതങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ ഇതിനെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിച്ചിട്ടുള്ളത് അതാണ് പരമശിവൻ പാർവതിയോട് പറയുന്നത്. പാർവതിയോട് പരമശിവൻ ഒരുപാട് കാര്യങ്ങൾ കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്. കടുത്ത ഭാഷയിൽ തന്നെ ആർത്തവ പുഷ്പങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആർത്തവ പുഷ്പങ്ങളെ കൊണ്ട് എന്നെ പൂജിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കാനുള്ള ത്രാണിയുണ്ടോ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള പക്വത നമ്മുടെ സമൂഹത്തിന് ഇന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇത് സന്ദീപാനന്ദഗിരി പറയുന്നതല്ല, പരമശിവൻ പറഞ്ഞതായിട്ട് പാർവതിക്ക് പറഞ്ഞതായിട്ട് പൗരാണികമായ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നമ്മൾ എഴുതിയുണ്ടാക്കിയ കാര്യമല്ല. അപ്പം അത് തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടോ? അവിടെ നിന്നിട്ടാണോ നമ്മൾ ഈ ഫാദേഴ്സ് ഡേ അനുസ്മരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. അതുകൊണ്ട് നമ്മുടെ സമൂഹം ഇനിയും സംസ്കരിക്കപ്പെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.